പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോകുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരം ഉയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരെയല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതികനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കണം. നിങ്ങൾ പലപ്പോഴും വായിച്ച് കടന്നു പോയതായിരിക്കാം. പലപ്പോഴും ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ക്രിസ്ത്യാനി, നിന്നോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ ക്രിസ്തുവിനെ അറിഞ്ഞുവെങ്കിൽ നീ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? ഈ വിജാതികൻ ചെയ്തതുപോലെ ക്രിസ്തു എനിക്ക് വേണ്ടി നന്മകൾ ചെയ്തു, എന്നെ സൗഖ്യപ്പെടുത്തി, എനിക്ക് വചനം കിട്ടി, എനിക്ക് ഒരുപാട് അനുഗ്രഹമുണ്ടായി എന്ന് നീ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? നീ പല സ്ഥലത്തും ധ്യാനത്തിന് ഓടി നടക്കുകയാണ്. പല സ്ഥലത്തുനിന്നും നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ നീ മറച്ചു വയ്ക്കുന്നു. അതിനാൽ നിനക്ക് വളരാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ 10 പേരെയല്ലേ സൗഖ്യപ്പെടുത്തിയത്? യേശു ചോദിക്കുക, ബാക്കി 9 പേരും എവിടെ? ഈ ഒരു വിജാതികനല്ലാതെ മറ്റാർക്കും വന്ന് എന്നെ സ്തുതിക്കാനോ മഹത്വപ്പെടുത്താനോ തോന്നിയില്ലല്ലോ. ഇതുപോലെയാണ് ഇന്ന് പലരും. നമ്മൾ അങ്ങനെ ആകാതിരിക്കട്ടെ. നമുക്ക് ആ ഒരുവനോട് ചേരാം. ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ച് രോഗസൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു സൗഖ്യപ്പെടുത്തുമ്പോൾ യേശുവിന് നമ്മുടെ മേലൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മളുടെ അധരം കൊണ്ട്, നമ്മളുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവ് ഇത് ചെയ്തു എന്ന് നമ്മൾ ഹൃദയം തുറന്നു പറയണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ വർണ്ണിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ മക്കളാകണം. ഹല്ലേലൂയ. ചെലവുകളൊന്നുമില്ലാതെ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചെടുത്തിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ദൈവസ്നേഹം ഇല്ലാത്ത പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കർത്താവെ തരണേ തരണേ എന്ന് പറഞ്ഞ് മേടിക്കും. പക്ഷേ എന്നാൽ മേടിച്ച് കഴിയുമ്പോൾ അത് മറ്റാരോടും പങ്കുവെക്കത്തില്ല, അവിടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന കൃപയെ നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായി മാറണം. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ 10 പേരിൽ ഒരുവനെ പോലെ ആയി മാറുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കൃപയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളും, ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.